ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇങ്ങനെയല്ലാതെ ഒരു സർക്കാർ എങ്ങനെയാണ് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം കോടതി തന്നെ പരിഗണിക്കുന്നു, 9 അംഗ ബെഞ്ച് തന്നെ പരിഗണിക്കുന്നത് എത്രത്തോളം കോടതിക്ക് ഇതിൽ ഇടപെടാം എന്നാണ്. അപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടായിരിക്കണം ഇതിൽ ആത്യന്തികമായി വരേണ്ടത് എന്ന്. അതായത് കോടതി തന്നെ നിലപാട് സ്വീകരിച്ചിട്ടില്ലാത്ത ഘട്ടത്തിൽ കോടതി എന്ത് നിലപാട് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം എന്നത് വിശാല ബെഞ്ച് പരിഗണിക്കുന്ന സമയത്ത് സർക്കാരിന്റെ നിലപാട് ആത്യന്തികമായി അതിൽ പ്രതിഫലിക്കണം എന്ന് പറയുന്നത് കടുത്ത പരീക്ഷയാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം. ഇല്ല, ഇതിനകത്ത് ചോദ്യം വളരെ നിഷ്പക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ ബാധ്യതയുണ്ട് സ്റ്റേറ്റിന് തുല്യനീതി ഉറപ്പുവരുത്താൻ. അപ്പൊ അതിനകത്ത് സംശയമൊന്നുമില്ല. ആചാരങ്ങള് അത് വിവേചനപൂർവമാണെങ്കിൽ, അതായത് സ്ത്രീകളെ വിവേചനപൂർവം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആചാരം ഉണ്ടെങ്കിൽ അതിന് എക്സ്ക്ലൂഷണറി പ്രാക്ടീസ് എന്ന് പറയും. അതിന് ഭരണഘടനയുടെ പരിരക്ഷയില്ല. ഭരണഘടനയുടെ ഒറ്റ വായനയിൽ കിട്ടുന്ന ഒരു അർത്ഥമാണത്. അത് എടുത്തു പറയാൻ ഇന്ന് കേരള ഗവൺമെന്റ് മുതിർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വളരെ ക്ലവറായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജ്മെന്റും ഇപ്പോഴത്തെ ലീഗൽ പൊസിഷനും ഇതിനകത്ത് ചോദ്യം എന്താണ് റഫറൻസ് വരാനുള്ള സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് ഗവൺമെന്റിന് തട്ടുകേട വരാത്ത രീതിയിൽ പണ്ട് LDF ഗവൺമെന്റ് തന്നെ 2007 ഫയൽ ചെയ്ത ഒരു അഫിഡവിറ്റ് വീണ്ടും എടുത്തിട്ട് പറയാണ് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്. അതായത് റിലീജിയസ് സ്കോളേഴ്സിന്റെയും റിഫോർമേഴ്സിന്റെ ഒക്കെ അഭിപ്രായം ചോദിക്കാനാണ് പറയുന്നത്. അപ്പം ഇത് പറയുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, അത് കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോയി നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു സുപ്രധാനമായ ഒരു വിധി വന്നു. ആ വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. രണ്ടാമത്, ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യം. അതില് പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആർക്കെങ്കിലും ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനും സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് വളരെ വലിയ ഹൊറിഫിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെങ്കിൽ ആർക്കെങ്കിലും ഫയൽ ചെയ്യാം. അതായത് ഇപ്പം സതി പോലുള്ള ആചാരങ്ങൾ നിരോധിക്കണമെന്നാണെങ്കിൽ, നരബലി പോലുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഒക്കെ ആണെങ്കിൽ വേറൊരു മതത്തിലുള്ളവർക്ക് ഫയൽ ചെയ്യാം. പക്ഷെ ശബരിമലയിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന അതുപോലെ ഒരു അനാചാരമാണ് എന്ന് സ്റ്റേറ്റിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ കോടതി വന്നിട്ട് നേരെ തിരിച്ചു പറയാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കോടതിയിലെ ജഡ്ജസ് ചോദിക്കും, നിങ്ങൾ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നേരത്തെ ഒരു വാദം നടന്നപ്പോൾ, സുപ്രധാനമായ വാദം നടന്നപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ സ്റ്റേറ്റ് എടുത്ത ആ ഒരു നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു വിമുഖതയായിരിക്കാം അതിനകത്തൊരു കാരണം. പിന്നെ പ്രമുഖ നിയമജ്ഞനായിട്ടുള്ള ജയ്ദീപ് ഗുപ്ത സാറാണ് അത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഉപദേശിച്ച് കാണും, ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരും. കോടതിയിൽ നിന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് തരാതരം മാറിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പോളിഷ്ഡ് ആയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ നിയമപരമായിട്ട് പോളിഷ് ചെയ്താണ് അത് ഫയൽ ചെയ്തിരിക്കുന്നത്. മുൻപ് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന്. മറ്റൊരു അഡീഷണൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ആ ചോദ്യം കോടതിയിൽ നിന്ന് വരും. ഒരു കാര്യം കൂടെ, എനിക്കൊരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം മതപണ്ഡിതരെ കൺസൾട്ട് ചെയ്യണം, എനിക്ക് അഭിപ്രായം അത് നല്ലതാണ്. ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവര്, ശ്രീ സണ്ണി കാപ്പിക്കാടിനെ പോലുള്ളവരൊക്കെ റിഫർമേഷൻ ആവശ്യപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവരെ കൺസൾട്ട് ചെയ്യട്ടെ. അവരൊക്കെയാണ് നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്. അതോ നിങ്ങൾ സ്വാമി സന്ദീപാനന്ദഗിരിയാണോ അതോ സ്വാമി ചിദാനന്ദപുരിയാണോ? ആരാണ് കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്? ആരാണ് മതപണ്ഡിതർ? അതും കൂടെ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും, അതായത് മതപണ്ഡിതരെയും നവോത്ഥാന നായകരെയും എന്നാണ് പറയുന്നത്. അതെ, നവോത്ഥാന നായകരായിട്ട് ശ്രീ സണ്ണി കാപ്പിക്കാടുണ്ട്. നമുക്ക് അതുപോലുള്ള ആളുകളുണ്ട് കൃത്യമായിട്ട് നവോത്ഥാനം പറയുന്നവര്. അങ്ങനെയുള്ളവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ അതും കൂടെ സ്റ്റേറ്റ് ഗവൺമെന്റ് വ്യക്തമാക്കുകയാണെങ്കിൽ കൊള്ളാം. ഓക്കെ, ശരി. ഡിബേറ്റ് വിത്ത് മാധു സജി.